ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ പോകുന്നത് പാലക്കാടുള്ള മലമ്പുഴയ്ക്കടുത്തുള്ള കവ ആൻഡ് പിന്നെന്താണ് തെക്കേ മലമ്പുഴ. എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ കവയും തെക്കേ മലമ്പുഴയൊക്കെ. അങ്ങോട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഇതാ ഞങ്ങൾ എന്താ പറയുക, അമ്മായിയുണ്ട്, എൻ്റെ കസിൻ ഉണ്ട്, അവൾ മോളുണ്ട്, വേറെ വണ്ടിയിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് വീഡിയോയിൽ വേണം. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ഏകദേശം ഒരു 11 മണി 10:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ മലമ്പുഴയുടെ ഫസ്റ്റ് കവയ്ക്കാണ് പോകുന്നത്. കവയുടെ ഉള്ളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്തോറും ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ കവയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല 2-3 ദിവസം നല്ല ഇടിമഴയായ കാരണം ഇവിടെയൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ആക്ച്വലി അവിടെ ഒന്നും വെള്ളം ഇല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഏരിയയാണ്. പിന്നെ ഒരുപാട് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഊഞ്ഞാലുകൾ. അപ്പോൾ ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ആ വെള്ളത്തിലോട്ടാണ് ആടി നമ്മൾ ഊഞ്ഞാലിലാടുക. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല എന്താ പറയുക, വെള്ളമല്ലാതെ ഞാൻ ഒരിക്കലും കവയും തെക്കേ മലമ്പുഴയും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജൂലൈ ലാസ്റ്റാണ്, ഓഗസ്റ്റ് ഫസ്റ്റാണ് ഓർമ്മയില്ല. അപ്പോഴൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ എപ്പോഴും വെള്ളമില്ലാത്തൊരു സമയത്ത് ഇനി വരണം എന്നുണ്ട്. ആക്ച്വലി പാലക്കാട് അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവർക്ക് ഒരു 1.5 hours അല്ലെങ്കിൽ മാക്സിമം 2 hours എത്താൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസാണ്. ഈ പാലക്കാട് എത്തി പിന്നെ ഒരുപാട് ഡെസ്റ്റിനേഷൻസാണ്. തെക്കേ മലമ്പുഴ, കവ ഉണ്ട്, ഫാൻറ്റസി പാർക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് മലമ്പുഴ ഗാർഡൻസ് ഉണ്ട്. മലമ്പുഴ ഗാർഡൻസ് ഇപ്പോൾ എന്താണ് ക്ലോസ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരുവിധം എല്ലാവരും ഊഞ്ഞാലാടിയിട്ടുണ്ട്. വലിയവരായാലും ചെറിയവരായാലും ഒക്കെ കുട്ടികളെ പോലെ നല്ലൊരു എന്താ പറയുക, നമുക്ക് സിങ്കാവുന്ന ഫാമിലീസും കുട്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എന്താ നമ്മൾ പോകുന്ന സ്ഥലമല്ല, ഏത് ആളുകളുടെ കൂടെയാണോ പോകുന്നത് അപ്പോഴാണ് ആക്ച്വലി ആ യാത്ര മനോഹരമാവുന്നത്. അല്ല സിങ്കാവാത്ത ആളുകളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു യാത്ര മനോഹരമല്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏത് സാഹചര്യത്തിൽ നമ്മളത് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്ക് ചിലപ്പോൾ കുറേ വൃത്തിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓക്കെയാണ്. ഇവിടെ കവയിൽ ഇപ്പോൾ നിറച്ച് വെള്ളമാണ്. 2-3 സ്ഥലത്ത് കവയിൽ 2-3 സ്ഥലത്ത് ഇതുപോലെ തന്നെ ഊഞ്ഞാലുകളുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ അവിടെയൊക്കെ ആളുകൾ വന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. ഞങ്ങളെന്തായാലും അധികം എന്താ പറയുക, വൈകുന്നേരം 4-5 മണിക്കല്ല അവിടെ എത്തിയത്. ആക്ച്വലി ഒരു 12 മണിക്കൊക്കെ അവിടെ എത്തിയത്, കവയിലെത്തിയത്. ഓക്കെ, കവയിൽ നിന്ന് റൈറ്റിലോട്ട്, അതായത് മലമ്പുഴ എത്തിയിട്ട് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കവയും, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴയാണ്. മലമ്പുഴ ഇരുവശങ്ങളിലാണ് ഈ 2 പ്ലേസുകളും. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കവ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് റീൽസിന് ഇതിലൊക്കെ വരുന്ന സ്ഥലമാണ്. പാലക്കാടിൻ്റെ ഭംഗിയാണിത്. ഈ മലമ്പുഴ ഡാമും ഈ വെള്ളക്കെട്ടും വെള്ളം ഇതെല്ലാം. അങ്ങനെ കവയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് തെക്കേ മലമ്പുഴയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ കുറച്ചും കൂടിയും കവയാണോ ബ്യൂട്ടിഫുൾ, തെക്കേ മലമ്പുഴയാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഭംഗിയാണ്. എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിപ്പം നമ്മൾ തെക്കേ മലമ്പുഴയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ കുറച്ചും കൂടി അറ്റത്താണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടിയിൽ പോകും നമ്മൾ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. എന്താ വെച്ചാൽ ആ ബ്ലൂ എന്താ പറയുക വാട്ടേഴ്സും, മുകളിൽ ബ്ലൂ സ്കൈയും, അടിയിൽ പച്ച മരങ്ങളും വെള്ളവും. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ കാറ്റും കൊണ്ടിട്ട് വൈകുന്നേരം 4 മണിക്ക് 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാലോ ആ കാറ്റും കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. 2 വർഷം വന്നപ്പോഴും ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇനി വെള്ളമില്ലാത്തൊരു സമയത്ത് വരണം. വെറുതെ ജസ്റ്റ് 2 hours ഡ്രൈവിന് വന്നിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം വന്ന് ഒരു 5 ചാറ് മതി. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിടാത്ത മാങ്ങയും അതിന് മുകളിൽ ഉപ്പും മുളക് പൊടിയും വിതറി തരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മീൻ, അവിടുത്തെ ഈ തടാകത്തിൽ നിന്ന് പിടിച്ച മീനും കപ്പയും, പൊരിച്ച കപ്പയും മീൻകറിയും, മീൻ പൊരിച്ചതും കപ്പ പുഴുങ്ങിയതും, പിന്നെ ഫിഷ് ഫ്രൈ. ഞങ്ങൾക്ക് സിലോപ്പിയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ബീഫും അപ്പം ചുട്ടെടുക്കുന്ന പഴംപൊരിയും ബീഫും. ഇത് ഭയങ്കര കോമ്പിനേഷനാണ്. മസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. വിലയുണ്ട്, എന്നാൽ പോലും ഈ 2-3 കടകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഹോം സ്റ്റേ ഉണ്ട്. നിങ്ങൾക്ക് ഹോം സ്റ്റേ ഉണ്ട്, ചർച്ച് ഉണ്ട്. അങ്ങനെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങളതൊന്നും അങ്ങോട്ട് പോയി നോക്കില്ല. അപ്പോൾ ഈ പുഴയുടെ തീരത്തൊക്കെ ഇരുന്നിട്ട്
ഈ എന്താ പറയുക കട്ടൻ ചായയും കപ്പിയും മീനും എല്ലാവരും കൂടിയും ചേർന്ന് കഴിക്കൽ അതൊരു ഭയങ്കര വൈബ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. ശരിക്കും ഫ്രഷ് മീനാണ് അവരെ ആ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാന്ന് പറഞ്ഞാൽ ഫ്രഷ് മീനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് തീർച്ചയായിട്ടും മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിച്ച് നോക്കാം. ഈ കപ്പയും മീനും മീൻചാറും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവരെ പഴംപൊരി ബീഫ് ഞാൻ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല, തുള്ളി പോലും കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ചെക്കന്മാരെടുത്ത് കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ പഴംപൊരിയും ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴംപൊരിയും ബീഫും പോയ വഴി അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ജാസ്തി തമിഴ് ഫാമിലിനെ കാണുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ക്ലോസ് ടു കോയമ്പത്തൂരല്ല, അതുകൊണ്ടാവാം തമിഴ് ഫാമിലിയും ജാസ്തി കാണുന്നുണ്ട്. അവർ വരുമ്പോൾ കയ്യിൽ കുറേ ഫുഡൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. നമ്മൾ മലയാളീസാണ് കൈ വീശി വരുന്നത്. ഇവിടെ എന്തായാലും ഫുഡ് എടുത്തതല്ല, ഫുഡൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല കറക്റ്റ്. ഞങ്ങൾ പോയി നോക്കാൻ പോയില്ല, അതാണ് ഉണ്ടായത്. ചായ കിട്ടും, വെള്ളം കിട്ടും, അങ്ങനത്തെ ഫുഡ് കിട്ടും. പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് കുറേ നേരം ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കണം, ഭയങ്കര ഭംഗിയാണ്. നമുക്ക് മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. നല്ല ചിരിയും തമാശയും അങ്ങനെയുള്ള സെറ്റായിട്ടുള്ള ടീമിനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. കവയായാലും തെക്കേ മലമ്പുഴയായാലും. പിന്നെ ഓൾവേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലമ്പുഴയിലെത്താം. അവിടെ റോക്ക് ഗാർഡൻസ് ഉണ്ട്, പിന്നെ ഫിഷ് അക്വേറിയം ഉണ്ട്, പിന്നെ ഇതുണ്ട് റോപ്പ് വേ ഉണ്ട്, അതൊക്കെ ഫാൻറ്റസി പാർക്ക് ഉണ്ട്. അപ്പോൾ മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 days ഒക്കെ വൺ ഡേ സ്റ്റേ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് കടകൾ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.